1900 മുതൽ 124 വർഷങ്ങൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ കുടിയിറക്കുകയില്ലെന്ന് പറയാനായിട്ട് ഒരു മീറ്റിംഗിന്റെ ആവശ്യമില്ല ഇവിടെ. അത് അറിയാം. ജനാധിപത്യ ഇന്ത്യയിലെ ആരെയും അങ്ങനെ കുടിയിറക്കാൻ സാധിക്കുകയില്ല. അത് കുടിയിറക്കാൻ വേണ്ടി ഒരു മീറ്റിംഗിന്റെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. രണ്ടാമതായിട്ട് നോട്ടീസ് കൊടുക്കുന്ന കാര്യം. നോട്ടീസ് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ 10-35 വർഷങ്ങളോളം പണം കൊടുത്ത് ആധാരം ചെയ്ത ഒരു ഭൂമി വീണ്ടും ജുഡീഷ്യൽ കമ്മീഷൻ വെച്ച് അത് പരിശോധിക്കണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? പിന്നെ എന്തിനാണ് നമ്മൾ രജിസ്ട്രേഷൻ നടത്തിയത്? എവിടെയാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ്? എവിടെയായിരുന്നു അധികാരികൾ? തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും വേദനിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത്രയും കാലം സമാധാനത്തിൽ കൂടി പോയിക്കൊണ്ടിരുന്ന ഈ സമരം 41ാം ദിനം കൂടുതൽ വേദനയോടുകൂടിയാണ് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. സമരം നമ്മൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്ന ഓരോ ഇന്ത്യ പൌരനും ഓർക്കുക, നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമി 30-35 വർഷങ്ങൾക്ക് ശേഷം അതൊരു ജുഡീഷ്യൽ കമ്മീഷൻ വന്ന് എല്ലാം അത് ചെക്ക് ചെയ്ത് സാക്ഷ്യപ്പെടുത്തണമെന്നാണോ ഈ നിയമത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുന്നത്? അതെ, ഈ വഖഫ് എന്ന നിയമമാണ് ഇപ്പോൾ ഇവിടെ പ്രശ്നമായിരിക്കുന്നത്. ജനാധിപത്യത്തിന് നമ്മൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടനയാണ് എല്ലാം നിയന്ത്രിക്കേണ്ടത്. അതിന് മുകളിലായിട്ടൊരു സൂപ്പർ പവർ കടന്നു വരുമ്പോൾ ഉള്ള പ്രശ്നമാണ് ഇത്. അതെ, നമ്മുടെ സമരം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ വീണ്ടും മീറ്റിംഗ് കൂടി അത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ചിന്തിക്കും. ഇത് സമാധാനത്തിന്റെ ഒരു സമരമാണ്, നിരാഹാരത്തിന്റെ ഒരു സമരമാണ്. ഞങ്ങൾ അക്രമവാസനയില്ലാതെ സമാധാനത്തോടു കൂടിയാണ് 41 ദിവസം ഇത് മുന്നോട്ട് കൊണ്ടുപോയത്. അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ സമരത്തിന്റെ രീതികൾ മാറും. ആ രീതികളിലൂടെ മറ്റവർ മനസ്സിലാക്കും ഇത് എവിടെ എത്തിച്ചേരുമെന്ന്. ജനാധിപത്യ മനസ്സുള്ള ഓരോ ഇന്ത്യനും ഇതിന്റെ പിന്നിൽ ഞങ്ങളുടെ കൂടെ ആയിരിക്കുമെന്ന വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. തീർച്ചയായിട്ടും സമരത്തിന്റെ രീതികൾ മാറ്റിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.